അണ്ടർ 15,000 വന്ന റിയൽമിയുടെ ഒരു ഫോണായിരുന്നു P3X എന്ന് പറയുന്ന ഫോൺ. ആ P3Xന്റെ പിൻഗാമിയാണ് ഇത് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന P4X. അപ്പോൾ P സീരീസിൽ റിയൽമിയുടെ വരുന്ന ഫോണുകളെല്ലാം ഒരുവിധം നല്ല പ്രൈസിങ്ങിലാണ് നൽകുന്നത്. അത്തരത്തിൽ ഈ ഒരു P4X എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെയും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഒരു 15,000 പ്രൈസ് റേഞ്ചാണ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് യഥാർത്ഥ വില അറിയില്ല. ലോഞ്ച് ആയെങ്കിൽ മാത്രമേ യഥാർത്ഥ വില അറിയാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഈ പ്രൈസിൽ എന്തൊക്കെയുണ്ട് ഈ ഒരു ഫോണിനകത്ത് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഡയമൻസിറ്റി 7400 അൾട്ര എന്ന് പറയുന്ന 5G പ്രോസർ, 144 ഹെഡ്സിന്റെ ഐകെയർ സൺലൈറ്റ് ഡിസ്പ്ലേ, 7000 mAh ബാറ്ററി, അതുപോലെ 50 മെഗാ പിക്സലിന്റെ ക്യാമറ തുടങ്ങിയവയാണ് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ. അത്രയേ ഉള്ളൂ ഹൈലൈറ്റ്. അപ്പോൾ ബോക്സിനകത്ത് ഇതുപോലെ മഞ്ഞ പേപ്പർ ബോക്സ് ഉണ്ട്. അതിനകത്ത് ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ യൂസർ ഗൈഡും കൊടുത്തിട്ടുണ്ട്. ബാക്ക് കേസ് ഇതുപോലെ ഉള്ള ഒരു നല്ല കേസാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഫോൺ ഇവിടെ ഇരിക്കുന്നു. അത് ബാക്കിലേക്ക് മാറ്റി വയ്ക്കാൻ തൽക്കാലം. പിന്നീടുള്ളത് 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും അതുപോലെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി A to C ചാർജിങ് കേബിളും ഫോണിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിം ഇജക്ടർ പിന്നും ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് റിയൽമി ഇങ്ങനെ സിം ഇജക്ടർ പിൻ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. OnePlusന്റെ ഫോണുകളിലൊക്കെയാണ് സാധാരണ സിം ഇജക്ടർ പിൻ. OnePlus, Oppo ഫോണുകളാണ് അങ്ങനെ കാണാറ്. അവിടെ തന്നെയാണല്ലോ റിയൽമി, അവിടെ കൊട്ടയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും. എനിവേ ഫോൺ നോക്കാം. ഇതായിരിക്കുന്നു ഫോൺ. കേട്ടോ അതിൻ്റെ കളർ ഉള്ളല്ലേ, ഒരു സിൽവർ കളർ. നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ റെയറാണ് ഇത്തരം കളർ. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു സ്മാർട്ട് ഫോണിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ ക്യാമറ മൊഡ്യൂളാണ് റിയൽമിയുടെ P4X എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ബാക്കാണ്. പക്ഷേ ഈ ഒരു മെറ്റാലിക് കളറൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡി പോലൊക്കെ തോന്നും. ഒരു സാംസങ് ഫോൺ കയ്യിലിരിക്കുന്നതൊക്കെ തോന്നുന്നു. റിയൽമിയുടെ പല വില കുറഞ്ഞ ഫോണുകളിലും ഒന്നുകിൽ ഐഫോണിൻ്റെ കണക്കിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സാംസങ്ങിൻ്റെ കണക്കിരിക്കുന്നു. എനിവേ, അപ്പോൾ ഇവിടെ അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സാംസങ് ഫോൺ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കാണാം. പല സൈഡിലായിട്ട് വോളിയം റോക്കേസും പവർ ബട്ടണും ഉണ്ട്. മുകളിൽ ഇതുപോലെ IR ബ്ലാസ്റ്റർ കാണാം. അതുപോലെ ഇട സൈഡിലൊന്നുമില്ല. താഴെയാണ് സിം ട്രേ, അതുപോലെ USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. അപ്പോൾ ഇനിയൊന്ന് ഫോൺ സെറ്റപ്പ് ചെയ്യാം. ഫോണിൻ്റെ ഒരു വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 208 ഗ്രാം ഉണ്ട്. 8.39 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അറിവായിട്ടില്ല. ബെറ്റർ പ്രൈസിലായിരിക്കും ഫോൺ കൊടുക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ LCD ഡിസ്പ്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2025 ഞാൻ ആകെ LCD ഫോണുകൾ അൺബോക്സ് ചെയ്തെന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന ഫോണുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ്. എന്തായാലും ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ബെസൽ നോക്കി, ഒരു യൂണിഫോം ബെസലൊന്നുമല്ല. താഴെ മേലും കൂടുതൽ, ഇടത് സൈഡിലും ഉണ്ട്. അതുപോലെ ഈ സെൽഫി ക്യാമറയുടെ സൈസ് തന്നെ കണ്ടില്ല, അല്പം ആവറേജ് സൈസിനേക്കാളും വലുതാണ്. വ്യൂയിങ് ആംഗിളൊന്നും വലിയ കുഴപ്പമില്ല. എന്ന് വെച്ച് നമ്മൾ ഈ കുറേ AMOLED ഫോണുകൾ കാണുന്നതുകൊണ്ടായിരിക്കാം LCD ഡിസ്പ്ലേ കാണുമ്പോൾ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് കൂടി നോക്കണമല്ലോ. എന്തായാലും 6.72 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. അതും ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ റിയൽമി കൊടുത്തിട്ടുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഫോണിന് 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് MediaTekന്റെ Dimensity 7400 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ് ഫോണിന് പവർ നൽകുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ ഒരു AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 1 മില്യൺ പ്ലസ് AnTuTu സ്കോർ ആണ് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ നൽകുന്നത്. നല്ലൊരു AnTuTu സ്കോർ ആണ്. അതുപോലെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിനകത്തും ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. 90% ആണ് അതിൻ്റെ ഒരു സ്കോർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ അടുത്തിടെ വന്ന iQ15 എന്ന് പറയുന്ന ഫോൺ വരെയൊക്കെ നല്ലപോലെ ത്രോട്ടിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ യാതൊരു ത്രോട്ട്ലിംഗ് ഒന്നുമില്ല ഈ പ്രൈസ് പോയിന്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞാലും ഈ പ്രൈസ് പോയിന്റിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഇതിൻ്റെ AnTuTu സ്കോറും ഈ CPU ത്രോട്ട്ലിംഗും നമ്മെ കാണിച്ചു തരുന്നുണ്ട്. 8GB റാം വരെയും അതുപോലെ 256GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് മാക്സിമം നമുക്ക് ലഭിക്കും. ആ ഒരു സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് വന്നിട്ട് UFS 3.1 ആണ് എന്നുള്ളതും ഓർക്കണം. ഈ ഒരു ഡിവൈസിൽ നമ്മൾ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് നമുക്ക് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഇതിനകത്ത് ഗെയിം പ്ലേ സാധ്യമാണ്. ഒരു ആവറേജ് ഗെയിമിംഗ് തന്നെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. വലിയ തരത്തിലുള്ള ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതി തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ BGMI നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നത്. കാഷ്വൽ ഗെയിമിങ്ങിന് ഓക്കെ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഗെയിമിംഗ് ഒരുപാട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഇതിൽ നിന്ന് കിട്ടൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 7000 mAh ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിന് റിയൽമി നൽകിയിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറയാണുള്ളത്. 50 മെഗാ പിക്സൽ പ്രൈമറിയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ്
ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മൂന്നാമതൊരു ക്യാമറ ഉണ്ടെന്ന് തോന്നും, അതൊരു ഡമ്മിയാണ്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 8 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 FPS വീഡിയോകളും സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫുൾ HD 30 FPS വീഡിയോകളുമാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ബാക്ക് ക്യാമറയിൽ എങ്കിലും 4K ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരവധി ഫോട്ടോകൾ എടുത്തു നോക്കി, എസ്പെഷ്യലി ബാക്ക് ക്യാമറയും സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഫോട്ടോകൾ എടുത്തു നോക്കി. അതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം ബാക്ക് ക്യാമറയും സെൽഫി ക്യാമറയും നല്ല ഫോട്ടോകളാണ് തരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ ഒരുവിധം മികച്ച ഫോട്ടോകൾ തന്നെയാണ് ബാക്ക് ക്യാമറ, പ്രൈമറി ക്യാമറ നൽകുന്നത്. അതുപോലെ തന്നെ വീഡിയോയും നല്ല ക്വാളിറ്റി വീഡിയോ തന്നെ കിട്ടുന്നു. ഈ പ്രൈസ് പോയിന്റിലാണ് എന്ന് വെച്ചിട്ടൊരു ഭയങ്കര ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിലുള്ള ഫോണുകൾ നൽകുന്ന ക്യാമറകളിൽ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് എന്തായാലും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. എസ്പെഷ്യലി റിയൽമി ഇപ്പോൾ അങ്ങനെയാണ്. റിയൽമിയുടെ ഏത് ഫോൺ എടുത്താലും അത്ര വില കുറഞ്ഞ ഫോൺ റിയൽമിയുടെ വാങ്ങിയാലും ക്യാമറയ്ക്ക് അടിപൊളി ക്യാമറയാണ് ഇപ്പോൾ റിയൽമി ഫോണുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് എന്നുള്ളത് സത്യമാണ്. അത് ഇവിടെയും അതേപോലെ അവർ തുടരുന്നുണ്ട്. ഇതിനകത്ത് കുറവായിട്ട് എടുത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. ഫോണിന് എന്തായാലും സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ റിയൽമി UI6 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. Android 16 എത്രയോ ഫോണുകൾ വന്നു കഴിഞ്ഞു. ഇതുപോലെ വളരെ വില കുറഞ്ഞ ചുരുക്കം ഫോണുകളാണ് ഇപ്പോഴും Android 15 വരുന്നത്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസേ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതേ പ്രൈസ് പോയിന്റിലൊക്കെ വരുന്ന റിയൽമിയുടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത റിയൽമി C85 എന്ന് പറയുന്നൊരു ഫോണുണ്ട്. അതിനകത്ത് IP69 Pro ഒക്കെ കൊടുത്തിരുന്നു. എന്തായാലും ഇവിടെ IP64 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് റിയൽമി കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു 7000 mAh ബാറ്ററി, അതുപോലെ ഈ കാണുന്ന സാംസങ് ഫോണിൻ്റെ ഒരു ലുക്ക്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. പ്രൈസ് എന്തായാലും അണ്ടർ 15,000 ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ല പ്രൈസിലായിരിക്കും. പ്രത്യേകിച്ച് റിയൽമി P സീരീസിൽ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ഇത്തരം ഫോണുകൾ ഇറക്കുന്നത്. എന്തായാലും പ്രൈസ് അറിയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ എനിക്ക് പ്രൈസ് പറയാൻ പറ്റാത്തത് പ്രൈസ് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ തമ്പനയില്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.